ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞുണ്ടാക്കിയത് സർവ്വസൃഷ്ടിയുടെയും കാവൽക്കാരനായി കൂടിയാണ്. സർവ്വജീവജാലങ്ങൾക്കും പേരിട്ടതുവഴി മനുഷ്യൻ അവയുടെ സംരക്ഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ച അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലീത്ത. കോഴഞ്ചേരി താലൂക്കിൽ കോയിപ്രം നെല്ലിക്കൽ വടക്കേൽ പെരുമേത്തുമണ്ണിൽ PK മത്തായുടെയും ശോശാമ്മ മത്തായുടെയും മകനായി 1936 ജൂലൈ 26 ഭൂജാതനായ ബേബി എന്ന വിളിപ്പേരുള്ള PM കുര്യാക്കോസ് അന്നത്തെ തുമ്പമൺ ഭദ്രാസനത്തിലെ കൂർത്തമല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകാംഗമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കോയിപ്രം ഗവൺമെന്റ് സ്കൂളിലും തുടർ വിദ്യാഭ്യാസം ഇടയാറമുള AMM ഹൈസ്കൂളിലുമായിരുന്നു. 10ാം ക്ലാസ് പാസ്സായ ശേഷം ബാലന്റെ ദൈവവിളി മനസ്സിലാക്കിയ വല്യപ്പച്ചനും മാതാപിതാക്കളും അദ്ദേഹത്തെ കോട്ടയത്തെ MD സെമിനാരിയിലേക്ക് അയച്ചു. ദൈവഭക്തിയോടൊപ്പം വിശ്വാസപരമായ കാര്യങ്ങളുടെ ആഴത്തിലുമുള്ള പഠനത്തിന് ഈ കാലഘട്ടം അദ്ദേഹത്തെ സഹായിച്ചു. സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുര്യാക്കോസിനെ 1957 മെയ് മാസത്തിൽ കോയിപ്പുറം സെന്റ് ജോൺസ് ചാപ്പലിൽ വെച്ച് തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ദാനിയേൽ മാർ പീലക്സീനോസ് തിരുമേനി ഷെമ്മാശനായി പട്ടം കൊടുത്തു. തികഞ്ഞ ദൈവഭക്തിയും സഭാസ്നേഹവും സൗമ്യതയും ഈ യുവാവിൽ തിരിച്ചറിഞ്ഞ തിരുമേനി അദ്ദേഹത്തെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിച്ചു. ഇതേ സമയം തന്നെ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സും ബോട്ടണി ഡിഗ്രി കോഴ്സും പൂർത്തിയാക്കി. ബേസിൽ ദേറാംഗങ്ങളുടെ ജീവിത വിശുദ്ധിയിൽ ആകൃഷ്ടനായ അദ്ദേഹം ബേസിൽ ദേറായിൽ 1962 അംഗമായി. ആ വർഷം തന്നെ ഓമല്ലൂർ പള്ളിയിൽ വച്ച് അദ്ദേഹം പൂർണ്ണ ഷമ്മാശനായി പട്ടം സ്വീകരിച്ചു. തുടർന്ന് പത്തനാപുരം B.Ed കോളേജിൽ ചേരുകയും ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. 1963 കുണ്ടറ MGD ഹൈസ്കൂളിൽ സയൻസ് അധ്യാപകനായി നിയമിതനായി. 1964 മാർച്ച് മാസം 15-ാം തീയതി വഞ്ചിത്ര മാർ ബസ്ഹാനനീയ പള്ളിയിൽ വെച്ച് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്തയിൽ നിന്നും അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. തീരെ വാഹന സൗകര്യങ്ങളില്ലാതിരുന്ന ദൈവാലയങ്ങളിൽ നടന്നും തോണിയിലേറി യാത്ര ചെയ്തും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1965 അദ്ദേഹം പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹൈസ്കൂളിലേക്ക് കുണ്ടറയിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ടു. 1969 കാതോലിക്കേറ്റ് കോളേജിൽ നിന്ന് MSc പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം 1970 അതേ കോളേജിൽ തന്നെ ബോട്ടണി അധ്യാപകനായി. തനിക്ക് പ്രിയപ്പെട്ട പരിസ്ഥിതി വിഷയങ്ങളായിരുന്നു കൂടുതലും പഠിപ്പിച്ചിരുന്നത്. സസ്യങ്ങൾ, പ്രത്യേകിച്ചും ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുവാനും പരിപാലിക്കുവാനും വലിയ താൽപ്പര്യമായിരുന്നു. കോളേജിലെ EJPM മെൻസ് ഹോസ്റ്റലിൽ വാർഡനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1983 കോട്ടയം ബെസേലിയോസ് കോളേജിലേക്ക് ബോട്ടണി വിഭാഗം തലവനായി സ്ഥലം മാറ്റപ്പെട്ട അദ്ദേഹം വള്ളിക്കാട്ട് ദേറായിൽ താമസമാക്കി. സഭയുടെ ഭരണസിരാ കേന്ദ്രവുമായി അടുത്തു ബന്ധപ്പെടാൻ കോട്ടയത്തെ താമസം അദ്ദേഹത്തിന് അവസരമൊരുക്കി. 1989 ഡിസംബറിൽ പത്തനംതിട്ടയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ ഫാദർ കുര്യാക്കോസിനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തിനും അർപ്പണ മനോഭാവത്തിനും സഭാസ്നേഹത്തിനും കിട്ടിയ ഒരു വലിയ അംഗീകാരമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. 1990 മാർച്ച് മാസത്തിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായിൽ നിന്നും റംബാൻ സ്ഥാനം സ്വീകരിച്ച അദ്ദേഹം 1991 ഏപ്രിൽ 30 പരിശുദ്ധ മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവായിൽ നിന്ന് മെത്രാപ്പോലിത്ത സ്ഥാനവും സ്വീകരിച്ചു. മാത്യൂസ് പ്രഥമൻ ബാവായിൽ നിന്ന് റംബാൻ സ്ഥാനവും മാത്യൂസ് ദ്വിതീയൻ ബാവായിൽ നിന്ന് മെത്രാപ്പോലിത്ത സ്ഥാനവും മാത്യൂസ് തൃതീയൻ ബാവായിൽ നിന്ന് വലിയ മെത്രാപ്പോലിത്ത സ്ഥാനവും ലഭിച്ചത് ദൈവനിയോഗമായി കരുതാം. 1991 ജൂൺ 14 പുതിയതായി രൂപീകരിക്കപ്പെട്ട ബത്തേരി ഭദ്രാസനത്തിന്റെ ചുമതല തിരുമേനിക്ക് ലഭിക്കുന്നത്. 49 പള്ളികളുള്ള 4 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭദ്രാസനമായിരുന്നു അത്.
ഒരു ഭദ്രാസനത്തിൻ്റെതായ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന അവിടെ അദ്ദേഹം സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ പാഴ്സണേജിൽ താമസം തുടങ്ങി. ഏതാണ്ട് 18 വർഷത്തെ സേവനത്തിന് ശേഷം 2009 തുമ്പമൺ ഭദ്രാസനത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ ബത്തേരി ഭദ്രാസനം എല്ലാ തലങ്ങളിലും വികസനം പ്രാപിച്ചിരുന്നു. സ്ത്രീകൾക്കായുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ സ്കൂൾ, ഉളിക്കൽ മിഷൻ സെന്ററിലെ ചാപ്പലും ചികിത്സാ കേന്ദ്രവും എന്നിവ അവയിൽ ചിലതു മാത്രമാണ്. ഭദ്രാസന വികസനത്തിനു വേണ്ട വസ്തുവകകൾ വാങ്ങുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന അഭിവന്ദ്യ ഫിലിപ്പോസ് മാർ യോസേപ്പിയോസ് തിരുമേനി 2009 ജാനുവരി 21 കാലം ചെയ്തപ്പോൾ ആ ഒഴിവിലേക്ക് കുറിയാക്കോസ് മാർ ക്ലീമിസ് തിരുമേനി നിയമിതനായി. പ്രഗത്ഭരായ മെത്രാപ്പോലിത്തമാർ ഭരിച്ചിരുന്ന ഭദ്രാസനത്തിലെ 11ാമത് മെത്രാപ്പോലിത്തയായി സ്ഥാനമേറ്റ അദ്ദേഹത്തിന് ഭദ്രാസനത്തിലെ പൂർവ്വകാല പരിചയവും അനുഭവ സമ്പത്തും വളരെ പ്രയോജനപ്പെട്ടു. തിരുമേനി ചുമതലയേറ്റ ശേഷം ആരംഭിച്ച ദശാംശ ശേഖരണ പദ്ധതി വലിയ വിജയമായിരുന്നു. പ്രകൃതിയോടിണങ്ങി ജീവിക്കാനുള്ള അടങ്ങാത്ത ആവേശം പമ്പാ തീരത്ത് 2010 3.5 ഏക്കർ സ്ഥലം വാങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പലവിധ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും നട്ടുപരിപാലിക്കുന്ന ഈ സ്ഥലത്തിന് അദ്ദേഹം വളരെ അർത്ഥവത്തായ സമഷ്ടി എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. കന്നുകാലികൾ, വിവിധ ഇനം കോഴികൾ, താറാവ്, മത്സ്യം എന്നിവയെ ഇവിടെ വളർത്തി സംരക്ഷിക്കുന്നു. ഒരു ധ്യാന കേന്ദ്രമായി ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്ത് ഒരു ചാപ്പൽ പണിത് യാമപ്രാർത്ഥനകളും എല്ലാ ബുധനാഴ്ചയും വിശുദ്ധ കുർബാനയും അർപ്പിച്ചു വരുന്നു. ഭദ്രാസനത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും സമചിത്തതയോടെയും മൃദു സമീപനത്തോടെയും പരിഹരിക്കുന്നതിന് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. ഭരണപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ആരാധനാ ജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഭദ്രാസനത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങണമെന്നത് മുൻഗാമിയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ യോസേപ്പിയോസ് തിരുമേനിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ക്ലീമിസ് തിരുമേനി അത് നടപ്പിലാക്കി. തട്ട വനിതാ വൃദ്ധമന്ദിരം, അങ്ങാടിക്കൽ മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം, പത്തനംതിട്ട ശാന്തിനിലയം കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ പ്രവർത്തനം എടുത്തു പറയത്തക്കവയാണ്. ജനങ്ങൾക്ക് കഴിയുന്നത്ര വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്നതിന് സാന്ത്വനം മെഡിക്കൽ സ്റ്റോർ പത്തനംതിട്ടയിൽ പ്രവർത്തിച്ചു വരുന്നു. കിഴക്കൻ മേഖലയിലുള്ളവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി താവളപ്പാറയിൽ ആരംഭിച്ച സെന്റ് തോമസ് കോളേജ് ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു. തിരുമേനിയുടെ ഉറ്റ സ്നേഹിതനായ സഭാകവി CP ചാണ്ടി സാറിന്റെ സ്മരണാർത്ഥം ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കുകയും മികച്ച അധ്യാപകർക്ക് ആചാര്യ അവാർഡ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുമേനി പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ ആരംഭിച്ച വെച്ചൂച്ചിറയിലെ അനാഥർക്കായുള്ള മേഴ്സി ഹോം അദ്ദേഹത്തിന്റെ അശരണരോടുള്ള സമീപനത്തിന്റെ മകുടോദാഹരണമാണ്. തന്റെ മുൻഗാമികൾ സ്ഥാപിച്ച മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള പ്രകാശധാര സ്കൂൾ, അശരണരായ വൃദ്ധജനങ്ങൾക്കായുള്ള ശാന്തി സദനം എന്നിവയുടെ പ്രവർത്തനം പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തിരുമേനി ശ്രദ്ധ വയ്ക്കുന്നു. പരിശുദ്ധ പൗലോസ്തിതിയൻ കാതോലിക്ക ബാവ രോഗശയ്യയിലായിരുന്ന സമയത്ത് മലങ്കര അസോസിയേഷൻ നടത്താനും തനിക്കൊരു പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുമുള്ള ഉത്തരവാദിത്തം സീനിയർ മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്ദ്യ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയെയാണ് ഏൽപ്പിച്ചത്. അതനുസരിച്ച് രൂപീകരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിന്റെ അധ്യക്ഷൻ തിരുമേനിയായിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ 2021 ഒക്ടോബർ 14 മലങ്കര അസോസിയേഷൻ കൂടുകയും പുതിയ കാതോലിക്ക ബാവയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഒക്ടോബർ 15 പുതിയ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ വാഴിക്കുന്നതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ക്ലീമിസ് തിരുമേനിയാണ്. 2023 സെപ്റ്റംബറിൽ അഭിവന്യ തിരുമേനി തുമ്പമൺ ഭദ്രാസനാധിപൻ എന്ന സ്ഥാനം ഒഴിയുകയും തന്റെ പിൻഗാമി അഭിവന്യ ഡോക്ടർ എബ്രഹാം സെറാഫിം മെത്രാപ്പോലിത്തയ്ക്ക് അധികാരം കൈമാറുകയും ചെയ്തു. ഇപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട സമഷ്ടി ധ്യാന കേന്ദ്രത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നു.
സഭയ്ക്ക് അദ്ദേഹം ചെയ്ത ദീർഘകാലത്തെ വിശ്വസ്തമായ സേവനം മുൻനിർത്തി പരിശുദ്ധ കാതോലിക്ക ബാവ അദ്ദേഹത്തിന് വലിയ മെത്രാപ്പോലിത്ത സ്ഥാനം നൽകി ആദരിച്ചിരിക്കുകയാണ്. തനിക്ക് ലഭിച്ച താലന്തുകൾ വിശ്വസ്തമായും ഉചിതമായും ഉപയോഗിച്ചുവെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് തിരുമേനി തുമ്പമൺ ഭദ്രാസനാധിപ സ്ഥാനത്തു നിന്നും വിരമിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന പ്രത്യാശയുടെ വചനം കേൾക്കാൻ അഭിവന്ദ്യ തിരുമേനിക്ക് ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ തുമ്പമൺ ഭദ്രാസനത്തിലെ അജഗണങ്ങൾ. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസന മെത്രാപ്പോലീത്ത ആയി കഴിഞ്ഞ 14 വർഷം ശുശ്രൂഷ ചെയ്യുവാൻ അനുവദിച്ച സർവശക്തനായ ദൈവത്തിന് 1000 നന്ദിയും സ്തോത്രവും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ ഇവിടെ വന്ന് താമസിക്കുവാൻ തക്കവണ്ണം എനിക്ക് അനുവാദം തന്ന ഭാഗ്യസ്മരണാർഹനായ ദാനിയേൽ മാർ ഫീലിക്സിനോസ് തിരുമേനിയെ ഭക്തിയോടും ആദരവോടും കൂടെ ഈ അവസരത്തിൽ ഞാൻ നമിക്കുന്നു. ഈ പരിപാടികളെല്ലാം ക്രമീകരിച്ച എൻ്റെ പിൻഗാമി അഭിമന്യ എബ്രഹാം മാർ സറാഫിൻ തിരുമേനിക്ക് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ പ്രാർത്ഥനയാലോ പ്രയത്നത്താലോ അധ്വാനിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ ജോൺ കുര്യൻ സാറിന് എല്ലാ ആശംസകളും നേരുന്നു. മാത്രമല്ല, ഈ ഒരു സംരംഭത്തിന് ഞാൻ യോഗ്യനല്ല എങ്കിലും ഈ സഭയുടെ എല്ലാ വൈദികരും, പ്രത്യേകിച്ച് ഭദ്രാസനത്തിലെ എല്ലാ വൈദികരും, എല്ലാ അൽമായരും, എല്ലാ ചുമതലക്കാരും, ഭദ്രാസന സെക്രട്ടറി ഉൾപ്പെടെ, കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പ്രവർത്തിച്ചതിൽ എനിക്കുള്ള സന്തോഷം അറിയിക്കട്ടെ. ഒരു വാക്കിൽ ഒരു ആശയം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ സഭയിലെ വിശ്വാസികൾ നമ്മളോട് കൂടെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ നന്മകൾ ഈ സമൂഹത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ളത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ ജനത്തെ സേവിക്കാനും അവർക്ക് സേവനം ചെയ്യുവാനും കിട്ടുന്ന അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഭാവി ഭദ്രാസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ആത്മാർത്ഥമായി ദൈവാശ്രയത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി എൻ്റെ ശിഷ്ടായുസ് ആരോഗ്യത്തോട് കഴിഞ്ഞുകൂടുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ കുടുംബമായും വ്യക്തിപരമായും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.